ഹായ് എവരി വൺ. ഒരു കാര്യം പറയുകയാണ്, എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നല്ലേ? സത്യം പറഞ്ഞാൽ കരച്ചിലാണ് മക്കളെ വരുന്നത്. പൊന്നാര പ്രേക്ഷകരെ, ആദില സോറി ചോദിക്കുന്നുണ്ട്. ആദിലക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ നോക്കൂ, ഞാനും നിങ്ങളും നെഞ്ചിലേറ്റിയതാണ് ആദിലയെയും നൂറയെയും ഈ പറയുന്ന അനുമോളെയും. അത്രയും മികച്ചൊരു ഫ്രണ്ട്ഷിപ്പാണ്, പെൺപുലികളാണ്. ഞാൻ പേഴ്സണലി സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തിരുന്നു ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട്. ആദ്യ ദിവസം മുതൽ 98 ദിവസം വരെ ആദിലയും ഈ പറയുന്ന നൂറയും അനുമോളും ഒരുമിച്ചാണ്. എന്ത് പ്രശ്നം വന്നാലും ഇവർ 3 പേരും ഒരുമിച്ചാണ്. നമുക്ക് തന്നെ ഒരു രോമാഞ്ചമാണ്, എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഒരുമിച്ചത്? പൊന്നാര പ്രേക്ഷകരെ, എങ്ങനെയാണ് ആദിലക്ക് മനസ്സ് വന്നത്? ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനെ ചതിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? ഞാൻ വിഷയത്തിലേക്കൊക്കെ വരാം. ഒരു കാര്യം പറയുന്നു പൊന്നാര പ്രേക്ഷകരെ, അതായത് ആദില പുറത്തു പോകുമെന്ന് ഏകദേശം ഉറപ്പാവുകയാണ് 9ാമത്തെ ആഴ്ചയിൽ. അപ്പോൾ അനുമോൾ, ഫ്രണ്ട്ഷിപ്പല്ലേ, ഞങ്ങൾ ചങ്കാണ്, ഇപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ എന്തും പറയുമല്ലോ. അപ്പോൾ ഈ പറയുന്ന അനുമോൾ പറയുകയാണ്, ആദില നീ പുറത്തു പോവുകയാണെങ്കിൽ നീ ടെൻഷൻ അടിക്കണ്ട, നൂറയെ നമുക്ക് വിജയിപ്പിക്കണം. അതായത് നൂറയെ എങ്ങനെയെങ്കിലും ടോപ്പ് 5 എത്തിക്കണം ആദില. അതിനുവേണ്ടി ഞാനൊരു നമ്പർ തരാം. നീ പുറത്തിറങ്ങിയതിന് ശേഷം ഈ നമ്പറിൽ, അതായത് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നൂറയ്ക്ക് വേണ്ടി സംസാരിക്കാൻ നീ പറഞ്ഞാൽ മതി. നീ ഇല്ലെങ്കിൽ നൂറയെങ്കിലും വേണം, നമ്മൾ 3 പേരിൽ 2 പേരെങ്കിലും ടോപ്പ് 5 വേണം ആദില എന്ന് നല്ല മനസ്സോടുകൂടി ഈ പറയുന്ന നമ്മുടെ അനുമോൾ പറയുകയാണ്. അതിനെ പച്ചക്ക് ആദില ചതിക്കുകയാണ് മക്കളെ. നിങ്ങളെല്ലാവരും കണ്ടൊരു വീഡിയോ ക്ലിപ്പാണ്. ഒന്നും കൂടി നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം മക്കളെ. നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, പുറത്ത് പോകുമ്പോൾ എവിക്ഷൻ ആകുമ്പോൾ നമ്മളെപ്പോഴും നമ്മളാ പോവാന്ന് പറയില്ലേ. നമ്പർ എനിക്ക് എഴുതി തന്നു, ഇച്ചിരി കൊണ്ട് ടിഷ്യൂല് ഡ്രസ്സിങ് റൂമെന്ന്. ഞാൻ എവിക്ഷൻ പോകുന്നു വിചാരിക്കുന്ന ടൈമിൽ എന്നിട്ട് പറഞ്ഞ് ഇവിടെ ആൾക്ക് പറഞ്ഞ വൈറ്റ് വാഷ് ചെയ്യലാണ്, അതനുസരിച്ച് പ്രവർത്തിക്കാം. നമ്പർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്നോട് 100ക്കും PR നീ കൊടുത്തോ വോട്ടിന്, അങ്ങനെ 50,000 കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നോട്. ഇവളുടെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ല, ഞാൻ അവളെ വിടുക, എനിക്ക് പറ്റില്ല. ഇപ്പോൾ കണ്ടപ്പോൾ പാർട്ട് 2 3 ആണെങ്കിൽ എനിക്ക് ഒരു ചുക്കുമില്ല. സത്യം പറഞ്ഞാൽ പൊന്നാരാദില വളരെ വളരെ വിഷമമാണ് തോന്നിയത്. നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ട് ഞാനടക്കം ഷോക്കായിരുന്നു ആദില. പൊന്നാര പ്രേക്ഷകരെ, ഒരു കമൻറ്റ് 2 കമൻറ്റ് ഞാനൊന്ന് വായിച്ചു തരാം, അതിനുശേഷം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. നോക്ക്, നിന്നെപ്പോലുള്ള ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ശത്രുവിന് കിട്ടണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഒരാൾ പറഞ്ഞത്. അതായത് ആദിലയെ പോലെ ഒരു ഫ്രണ്ടിനെ, നമ്മുടെ ശത്രുക്കളുണ്ടാവുമല്ലോ, ആ ശത്രുവിന് ആദിലയെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടണമെന്നാണ് ഇതിൽ കമൻറ്റിൽ പറയുന്നത്. 6100 ആൾക്കാരാണ് ആ കമൻറ്റിൽ ലൈക്ക് അടിച്ചത്. എന്താണ് മക്കളെ അതിനുശേഷമുള്ളൊരു കമൻറ്റ്, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞത് സത്യം തെളിയിച്ച് തന്ന അവസാനം. എന്താണ് ആദില, നീ തന്നെ പറയിപ്പിച്ചതല്ലേ ആദില? പൊന്നാര പ്രേക്ഷകരെ, ഈ ചതിയുണ്ടല്ലോ ആദില കഴുത്തേക്ക് കത്തിവെച്ചപ്പോൾ എല്ലാ മലയാളികളും ഷോക്കാണ് മക്കളെ. പൊന്നാര പ്രേക്ഷകരെ, ഡോക്ടർ റോബിന് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, നമ്മളെ കൂടെ ഉള്ള ഒരാൾ ടോപ്പ് 5 വന്നു അല്ലെ, നമ്മളവരെ പോയി എന്ത് ചെയ്യാം, കൺഗ്രാജുലേഷൻ, നന്നായി എഴുതിയിരുന്നു. എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, പുറത്തിറങ്ങി സംസാരിക്കുക. അത് അവരെ ഇട്ട് മാക്സിമം ഇതുണ്ട്. എന്താ സംഭവിക്കുന്ന, ഇപ്പൊ അനുമോളിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട് അനുമോളിന് സപ്പോർട്ട് കൂടി. ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും, എന്തിനാണ് ഈ കൊച്ചിന് ഇത്രയും കിടന്ന് പറഞ്ഞത്? ആ കൊച്ചു പിന്നെ കൂടുതൽ പറയാനും പോയില്ലെന്നാ തോന്നുന്നു, ഞാൻ കൂടുതൽ കണ്ടില്ല. അപ്പൊ ഇത് കാണുന്ന, ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഞാൻ ആലോചിച്ചിട്ട് എന്തിനാണ് ഇതിനായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ദേഷ്യം കൊണ്ട് സപ്പോർട്ട് കൂടുകയും ചെയ്യും അല്ലെ, സത്യമല്ലേ? അതെ. എന്ന് വെച്ചാൽ അവരോടുള്ള ദേഷ്യം അങ്ങനെ കാണിച്ചു തരാന്നുള്ള രീതിയിലും കുറെ പേര് എന്ത് ചെയ്യും. ഇത് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും, ഇമോഷൻ ആയിരിക്കും ഒരാളിൽ വോട്ടായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഇപ്പൊ ഈ പോയി ഈ കണ്ടസ്റ്റന്റ് ചെയ്തത് ഏറ്റവും വലിയ അബദ്ധമാണ്, മണ്ടത്തരമാണ്. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയുകയാണ്, എൻ്റെ വീഡിയോ, എൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അനുമോളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, അനീഷിനെ വിമർശിച്ചിട്ടുണ്ട്, അതായത് ഞാൻ തെറ്റും ശരിയും പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കരച്ചിലാണ് വന്നത്. ഓക്കെ, ഞാൻ അനുമോളെ പൊക്കി പറയുന്നത് നിങ്ങൾ പറയും വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ അനുമോളെ പൊക്കി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വോട്ടിടുന്നതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, റിസൾട്ടും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഒരു കാര്യം പറയുകയാണ്, സത്യം പറഞ്ഞാൽ എനിക്കും പെങ്ങന്മാരുണ്ട്. ഓക്കെ, ഒരു പെണ്ണിനും ഇങ്ങനൊരു ഗതി വരരുത്. ഒരു സൈഡിൽ ആദില ചതിച്ച ആ ഒരു ഡിപ്രഷൻ, അതായത് ഒരു 3 മാസം കൂടെ നടന്ന ചങ്ക് വലിയ രീതിയിൽ ചതിക്കുന്നു. ആ ഒരു ടെൻഷന്, ലവ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്തൊരു ടെൻഷനുണ്ടോ അതുപോലൊരു ടെൻഷൻ താങ്ങുന്നു. അതിനുശേഷം അക്ബർ പറയുന്നുണ്ട് അനുമോളുടെ PR എന്നെ അറ്റാക്ക് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അനുമോൾ. മറ്റേ സൈഡിൽ അനീഷിൻ്റെ പ്രപ്പോസ്. സത്യം പറഞ്ഞാൽ ഒരു പെണ്ണ് എങ്ങനെയാണ് മക്കളെ ഇതൊക്കെ താങ്ങുന്നത്? ഞാനൊരു ആണായിട്ട് എനിക്ക് താങ്ങാൻ പറ്റൂല സത്യം പറഞ്ഞാൽ. അതായത് എൻ്റെ ലൈഫിൽ ഒരു പ്രാവശ്യം ലവ് ബ്രേക്ക് ആയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുപോലും 1 മാസം ഞാൻ കരഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു ടെൻഷന് പോലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അനുമോൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും?
സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കാണ് പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, പൊന്നാര പ്രേക്ഷകരെ, എന്താണ് ആദിലക്ക് പറയാനുള്ള ഈ പ്രശ്നത്തിനൊക്കെ കാരണം ആദിലല്ലേ? എന്തെങ്കിലും ആദിലക്ക് അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഒരു സംഗതി ഇങ്ങനെ നമ്മുടെ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പോന്നും എനിക്കത് സ്റ്റിൽ പോകണമെന്നുണ്ട്. ബട്ട് അനുവിന് മേ ബി അനുവിന് ഹേർട്ടായിട്ടുണ്ട്. അവർക്കത് കുറച്ച് റെഡിയാവും, ഓക്കെ ആവാനും കാര്യങ്ങൾക്കും ഇറങ്ങിയേക്കുന്ന ആൾക്കാരൊന്നും മൊത്തം ഹീൽഡല്ല. അപ്പോൾ ചില സംഭവങ്ങൾ ചില കുറച്ച് ടൈം എടുത്തിട്ട് ആൾക്കാരെ ബാഗേജസ് ഒക്കെ ലീവ് ചെയ്ത് തോന്നും. ഇവിടെ ഉഷാറിൽ അപ്പോൾ കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മുന്നോട്ട് വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. എന്താണ് ആദിലിന് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. സത്യം പറഞ്ഞാൽ അതായത് കട്ടക്ക് നിൽക്കുന്ന 3 ഫ്രണ്ട്സിന് ഇങ്ങനെ ആദില അനുമോളെ വേറെ എന്ത് വിമർശിച്ചാലും പ്രശ്നമില്ല. അനുമോള് നൂറയോട് സ്നേഹമുള്ളത് കൊണ്ട് ഞങ്ങൾ 3 പേരിൽ 2 പേര്, അതായത് എൻ്റെ സുഹൃത്തുക്കളും ടോപ്പ് 5-ൽ വരണം. അതുകൊണ്ട് പാവപ്പെട്ട അനുമോൾ പറയുകയാണ്, നമ്പർ എഴുതി കൊടുത്ത് പറയുകയാണ്, നീ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് നൂറയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുമെന്ന്. ചങ്കുകളല്ലേ, പറയില്ലേ? ആരെങ്കിലും പറയോ? വേറെ ആരെങ്കിലും സ്വന്തം കാര്യം നോക്കി നിൽക്കൂലേ? അതായത് എൻ്റെ ഫ്രണ്ട്സും ടോപ്പ് 5-ൽ വരണമെന്ന് ആഗ്രഹിച്ച അനുമോൾക്ക് ഇങ്ങനൊരു പണി ഈ ആദില കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ പൊന്നുമക്കളെ, എന്തിനാണ് എടുത്തെടുത്ത് പറഞ്ഞത്? അനുമോൾക്ക് കപ്പ് 100% കിട്ടും. നാളുകളിൽ കമൻറ്റ് വരും അത് PR-ൻ്റെ ബലത്തിലെന്ന്. നിങ്ങൾ സത്യം ജനങ്ങൾ അറിയണം. അതിനു വേണ്ടിയാണ് പൊന്നു പ്രേക്ഷകരെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പൊന്നാര പ്രേക്ഷകരെ, നമ്മുടെ സിയാസ് കരീം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അവള് പോണേക്കാളും ഡ്രസ്സ് വാങ്ങാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവും. നല്ല സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ദിവസം ഒരു ഡ്രസ്സ് നമുക്ക് ഷർട്ടും പാൻറ്റും മാറി ഇടാൻ പറ്റും. പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല. അത് ആ കളസ്ട്രോളൊക്കെ പിടിച്ചൊക്കെ അപ്പൊ ഈ ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലാന്ന് പറയുമ്പോ അനുമോള് പോണേന് മുമ്പ് ഒരുപാട് ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനാഗ്രേഷൻ ഒന്നും ഒരു പൈസ പോലും ഉണ്ടാക്കിയതിന്റെ ചോദ്യമല്ല, സീക്രട്ട്. ഒരു കാര്യം പറയട്ടെ പൊന്നാര പ്രേക്ഷകർ, അതായത് 4-5 ഷോപ്പുള്ള ആൾക്കാണെങ്കിലും ദുരന്തം സംഭവിക്കും. പൈസയാണ്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഇപ്പം ഞാൻ പേഴ്സണലി +2 കഴിഞ്ഞ്, എനിക്കിപ്പോൾ 10-22 വയസ്സായി. +2 കഴിഞ്ഞിട്ട് 3 വർഷം സൗദിയിൽ ഞാൻ ഉണ്ടായിന്. ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാരുടെ ചിന്ത എന്ത്? ഇവൻ്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട്. 3 വർഷം നിന്നല്ലേ, നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം. അതാണ് ഇപ്പോൾ അനുമോളുടെ എല്ലാവരും കാണുന്നത്, അനുമോൾക്ക് കാറുണ്ട്, അനുമോൾക്ക് വീടുണ്ട്. ഞാനും അനുമോളെ വിമർശിച്ചിട്ട് വീടുണ്ട്. പക്ഷേ നമുക്ക് സത്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ കുറേ പേര് എന്ത് പറയും, അനുമോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, പൂത്ത പൈസ ഒന്നും ആരുടെ കയ്യിലും ഇല്ലെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വിഷമമാണ് പൊന്നുമക്കളെ. ഒരു കാര്യം കൂടി പറയുകയാണ്, ലാലേട്ടൻ്റെ ഷൂട്ട് ആരംഭിച്ചിരിക്കുന്നു. എന്ത് നടക്കുന്നു, ആർക്കാണ് 6-ാം സ്ഥാനം, ആർക്കാണ് 5-ാം സ്ഥാനം, A to Z ഒന്നൊന്നായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.